ഞാൻ രാവിലെ തന്നെ ചാക്കോച്ചൻ എഴുന്നേൽക്കുന്നതിന് മുമ്പേ സാൻറ്റയുടെ ഗിഫ്റ്റെല്ലാം ഓരോരുത്തരുത്തായിട്ട് ഹൈഡ് ചെയ്ത് വെച്ചു. ഒന്ന് നമ്മുടെ പുൽക്കൂടിൻ്റെ ബാക്കിൽ, ഒന്ന് നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ആ ചെയറിനുള്ളിൽ, ഒന്ന് അവൻ്റെ കാറിനുള്ളിൽ ഒക്കെ ആയിട്ട് വെച്ചിരുന്നു. ചാക്കോച്ചൻ ഇന്ന് നേരത്തെ എഴുന്നേറ്റ് വന്ന് സാൻറ്റയുടെ ഗിഫ്റ്റ് സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് കണ്ടുപിടിക്കാൻ തുടങ്ങി. ഒരു ബോക്സിൽ സ്റ്റോറി ബുക്ക്, പിന്നെ വാട്ടർ കളറ്, വാട്ടർ ബോട്ടിൽ, ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ, പിന്നെ ഡ്രസ്സ്, പാൻറ്റും ടീഷർട്ടും, പിന്നെ ചോക്ലേറ്റ്സ്, അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ അടുത്തതിനകത്ത് നമ്മൾ വെച്ചിരിക്കുന്നത് പിന്നെ അവൻ്റെ ഒരു എന്താ പറയുക, ഒരു ബ്ലൂടൂത്ത് സ്പീക്കറും മൈക്കും ഒക്കെ ആയിട്ടുള്ള ഒരു ഇതായിരുന്നു നമ്മളങ്ങനെ വെച്ചിരുന്നത്. അതെല്ലാം പുള്ളി ഓരോന്നോരോന്നായിട്ട് കണ്ടുപിടിക്കുന്നുണ്ട്. ആദ്യമൊന്നും കുറേ സെർച്ച് ചെയ്തിട്ടൊന്നും കണ്ടുപിടിക്കാഞ്ഞപ്പോൾ പുള്ളിക്ക് ആകെപ്പാടെ വിഷമമായി. ഇനിയും ഒന്നും ഇല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ ഒരു ഹാറ്റ് ഉണ്ടായിരുന്നു അതിനകത്ത്. അങ്ങനെ ഓരോരോ ബോക്സിലാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചിരുന്നു. പിന്നെ അവസാനമാണ് പുള്ളി ചെറിയ ഗിഫ്റ്റ്, അതായത് നമ്മുടെ ആ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറും കാര്യങ്ങളൊക്കെ പുള്ളി കാണുന്നത്. ഹാറ്റിനതൊക്കെ കുറച്ച് ലൈറ്റൊക്കെ ഉള്ളതായിരുന്നു. അതൊക്കെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. അതൊക്കെ എടുത്ത് തലയിലൊക്കെ ഒന്ന് വെച്ച് നോക്കി. പിന്നെ നേരെ അമ്മയുടെ റൂമിലോട്ട് പോയി. അമ്മ എന്തെങ്കിലുമൊക്കെ ഹൈഡ് ചെയ്ത്, അമ്മയുടെ റൂമിൽ എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് പുള്ളിക്കറിയാം. അപ്പോൾ ഓരോന്നിങ്ങനെ നോക്കി, അപ്പോൾ കാണുന്നില്ല. പെട്ടെന്ന് തന്നെ കട്ടിലിനടിയിലിരിക്കുന്ന ബോക്സ് കണ്ടു. അപ്പം അതൊക്കെ എടുത്തുകൊണ്ട് പോയി. അത് എടുത്തുകൊണ്ട് വന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് അതിനകത്ത് പുള്ളിക്ക് വേണ്ടുന്ന ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പം അതൊക്കെ പുള്ളി ഒന്ന് എടുത്ത് നോക്കി. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഈ പ്രാവശ്യം കുരുത്തക്കേട് കൂടുതലായതുകൊണ്ട് സാൻറ്റ ഇത്രയും ഗിഫ്റ്റൊക്കെ വെച്ചുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇരുന്നു. അതിന് ശേഷമാണ് ഈ ഗിഫ്റ്റ് കൊണ്ടുവരുന്നത്. ഇതാണ് നമ്മൾ വാങ്ങിച്ചിരുന്ന ചെറിയൊരു ബ്ലൂടൂത്ത് സ്പീക്കറും 2 മൈക്കും ഒക്കെ ആയിട്ട്. അത് നല്ല അടിപൊളി ഒരു സാധനമായിരുന്നു. ആക്ച്വലി അത് പുള്ളി ഡിമാൻഡ് ചെയ്ത സാധനമല്ലായിരുന്നു, ടോയ് കാറായിരുന്നു പറഞ്ഞിരുന്നത്. കാറിന് വീട്ടിലോട്ട് കയറി ഇറങ്ങാൻ പറ്റത്തില്ല. ആ ഒരു ഇത് കാരണം ഞാൻ കാറൊന്നും വാങ്ങിച്ചില്ല. കാറിന് പകരമായിട്ട് വേറെ എന്തെങ്കിലും ഒരു ഡിഫറൻ്റായിട്ടുള്ളൊരു ഗിഫ്റ്റ് ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് വാങ്ങിച്ചത്. അത് പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തെല്ലാം ഒന്ന് നോക്കി. അത് സെറ്റ് ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അതിനകത്ത് ചാർജ് ഇല്ലായിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ ട്രൈ ചെയ്തു. പിന്നെ പപ്പായെ നോക്കി വെയിറ്റ് ചെയ്തിരുന്നു, അത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന്. പപ്പ ഇല്ലാതെ തന്നെ പുള്ളിക്ക് അറിയാമല്ല സെറ്റ് ചെയ്യാൻ. എന്നാലും അതിനിയും കേടാണോ, എന്തുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യാത്തത് എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ കാരണം പുള്ളി കുറച്ച് സമയം പപ്പായെ വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ പപ്പ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും അതൊക്കെ കൊടുത്തു. അതെല്ലാം നോക്കി എല്ലാം ശരിയാക്കി. അങ്ങനെ ഗിഫ്റ്റെല്ലാം കിട്ടി ചാക്കോച്ച ഹാപ്പിയായി. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും പള്ളിയിൽ പോയി. ഔട്ട്ഡോറായിരുന്നു മാസ് ഉണ്ടായിരുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് പോയി. നല്ല തിരക്കായിരുന്നു. രാവിലെ പോകാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. പക്ഷേ നമുക്ക് തലേദിവസം രാത്രി ഒത്തിരി ലേറ്റായിട്ട് കിടന്നത് കാരണം രാവിലത്തെ കുർബാനയ്ക്ക് പോകാൻ പറ്റിയില്ല. വെളുപ്പിന് 4 മണിക്കാണ് മലയാളം മാസം ഉണ്ടായിരുന്നത്. പിന്നെ 7:30 ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ വർഷവും നമ്മൾ ക്രിസ്തുമസിൻ്റെ മാസിന് പോകുന്നത് വെളുപ്പിന് 4:30 മാസിനാണ് പോകുന്നത്. പക്ഷേ ഈ പ്രാവശ്യം അത് പറ്റിയില്ല. അപ്പോൾ നമ്മളങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കിന് പള്ളിയിൽ പോയി. പ്രയറും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ ക്രിസ്തുമസ് ആഘോഷങ്ങൾ എല്ലാം ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.